റംലാലേട്ടാ, 800 കോടി പാകിസ്ഥാന് നൽകാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ഇതിൽ കടുത്ത പ്രതിഷേധം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യത്തിന് പണം നൽകേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്ന നിലപാടാണ്. നേരത്തെ IMF-ഉം ഇതുപോലെ 10,000 കോടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് ഉപാധികൾ വെച്ചു പാകിസ്ഥാനെതിരെ. ഇപ്പോ ഇന്ത്യയാണ് കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം? അതായത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB വായ്പ നമുക്ക് പരിചിതമാണല്ലോ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയ സാധനമാണ് ADB. അപ്പോൾ ADB പാകിസ്ഥാന് 800 കോടിയല്ല, $800 മില്യൺ അത് പാകിസ്ഥാൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ വലിയൊരു തുക വരും. അപ്പോൾ ഇത് പ്രാഥമികമായി ഉപയോഗിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കാണ്. റോഡ് നിർമ്മാണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള പദ്ധതി, അങ്ങനെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വായ്പയാണ് ADB വായ്പ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ $800 മില്യൺ ADB വായ്പ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുന്നതിന് ഇന്ത്യ ഇപ്പോൾ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ്. അതിനെ ഇന്ത്യ കുറേ കാര്യങ്ങൾ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് അവിടെ ദുർബലമായ ഒരു സാമ്പത്തിക അവസ്ഥയാണുള്ളത്. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ പട്ടാള ഭരണകൂടമാണ്. സർക്കാരല്ല, പട്ടാള ഭരണകൂടം. അപ്പോൾ സ്വാഭാവികമായും ഈ ജനക്ഷേമത്തിന് വേണ്ടി സമാഹരിക്കുന്ന തുക അവിടെ പ്രതിരോധ ഫണ്ടായിട്ട് മാറും. യുദ്ധോപകരണങ്ങൾ വാങ്ങുന്ന ആവശ്യത്തിലേക്ക് അത് പണം ചിലവായി പോകും. പിന്നീട് പറയുന്നത് അവിടുത്തെ ടാക്സ് GDP റേഷ്യോ, അതായത് പ്രതിശീർഷ വരുമാനം ഉണ്ടല്ലോ, നാട്ടുകാർക്ക് ഒരു വർഷം ഉണ്ടാകുന്ന ശരാശരി വരുമാനം, അത് എല്ലാ വർഷവും താഴേക്കാണ്. അപ്പോൾ വായ്പ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള മാർഗം വേണമല്ലോ, അപ്പോൾ അതില്ല. പിന്നെ ഈ എല്ലാ രാജ്യത്തും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിദേശ നാണയത്തിൻ്റെ ഒരു കരുതൽ സൂക്ഷിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് US ഡോളറാണ് കരുതലായിട്ട് സൂക്ഷിക്കുക, സ്വർണം സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അവിടെ പാകിസ്ഥാനിൽ അത് നാമമാത്രമാണ്. അതായത് അവരുടെ കറൻസിക്ക് എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടാകണമെങ്കിൽ അതിന് പകരം വെക്കേണ്ട സാധനമാണ് ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ കറൻസി. എന്നാൽ അതില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ്റെ കറൻസി, ഈ പണ്ട് സിംബാബ്വേയിൽ തണുപ്പ് കാലത്ത് ചൂടിന് വരാൻ വേണ്ടി നോട്ട് കൂട്ടിയിട്ട് കത്തിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ട്. കാര്യം അത്രയ്ക്ക് മൂല്യമില്ലാതായിരുന്നു അവിടുത്തെ കറൻസി. അപ്പോൾ പാകിസ്ഥാൻ്റെ കറൻസിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ പണപ്പെരുപ്പം അനിയന്ത്രിതമാണ്. അതായത് പണപ്പെരുപ്പം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ആയിട്ട് പറ്റുക അവശ്യ സാധനങ്ങളുടെ വില വല്ലാണ്ട് വർധനമാണ്. അപ്പോൾ പണപ്പെരുപ്പം മൂലമാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ പണപ്പെരുപ്പം അനിയന്ത്രിതമായിട്ട് കൂടുന്നത്, അതായത് 2 ഡിജിറ്റിലോട്ട് എത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ പണപ്പെരുപ്പം ഇപ്പോഴും 10-ൽ താഴെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ ADB വായ്പ അതേപോലുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് അനുബന്ധമായിട്ട് ചില സാമ്പത്തിക പരിഷ്കരണ, ഭരണ പരിഷ്കരണ നടപടികൾ ശുപാർശ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പൊതു ടാപ്പുകളൊക്കെ നിർത്തലാക്കിയത് അത്തരം ചില നടപടികളുടെ ഭാഗമായാണ്. പകരം ഹൗസ് കണക്ഷനുകൾ ധാരാളമായി വന്നു. അപ്പോൾ അത്തരം ചില വ്യവസ്ഥകൾ ഇത്തരം വായ്പകളോടൊപ്പം അവർ തരാറുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ നടപ്പിലാകാറില്ല. പിന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ നേരത്തെ തന്നെ ലോക ബാങ്കിൻ്റെ വായ്പ എടുത്തിട്ടുള്ളവരാണ്. പക്ഷേ അത് തിരിച്ചടയ്ക്കാനായിട്ട് പാകിസ്ഥാന് കൃത്യസമയത്ത് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ കൂടാതെ ഈ FATF ഫണ്ടെന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഭീകരവാദത്തെ ചെറുക്കുന്നതിനും അത്തരം നടപടികൾ, അത്തരം ഭീകരവാദത്തെ ചെറുക്കുക, ടൂറിസം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ഫണ്ട്, അത് പാകിസ്ഥാൻ ഫലപ്രദമായി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോക ബാങ്ക് സഹായം കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേക സംവിധാനം അവർ രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. 2023 ഇത് രൂപീകൃതമായത്. അതിനുശേഷം ഇതുവരെ ഏതാണ്ട് $2 ബില്യൺ ഈ സംവിധാനം വഴി സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് നമ്മുടെ നാട്ടിൽ കിഫ്ബി ഉണ്ടല്ലോ, കിഫ്ബി മാതൃകയിൽ അവരുണ്ടാക്കിയ ഒരു സംഭവമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ. പക്ഷേ ഇത് നിയന്ത്രിക്കുന്നത് സൈന്യമാണ്, പാകിസ്ഥാൻ്റെ സൈന്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദേശ നിക്ഷേപം അവർ സമാഹരിച്ചാൽ തന്നെയും അത് ഈ പറയുന്ന ലോകബാങ്ക് വായ്പയോ അല്ലെങ്കിൽ അവിടുത്തെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് തിരിച്ചടയ്ക്കാനോ വേണ്ടിയിട്ടൊന്നും അല്ല. സൈന്യം നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന വിദേശ നിക്ഷേപം പൂർണ്ണമായും പോകുന്നത് സൈനിക ആവശ്യങ്ങൾക്കായിരിക്കും. ഇത്തരം ആക്ഷേപങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. നേരത്തെ
ലോകബാങ്കിൻ്റെ സഹായം വന്നപ്പോഴും ഇന്ത്യ ഇത്തരം ഇത്തരം ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവർക്ക് ലോകബാങ്കിൻ്റെ രണ്ടാം ഗഡു സഹായം കിട്ടി. ഏതാണ്ട് $102 കിട്ടി. ഏതാണ്ട് 700 ചില്വാനം മില്യൺ ഡോളർ ആയിരുന്നു അവർക്ക് ആകെ അനുവദിച്ചത്. അതിൽ $102 നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കിട്ടിയത്. അതിന് അമേരിക്ക അടക്കമുള്ള വമ്പൻ രാഷ്ട്രങ്ങളുടെ ഇടപെടലും ഉണ്ടായി. ഇതും ഇതേപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് മുൻകൂറായിട്ട് അനുവദിച്ച തുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രതിഷേധത്തിനപ്പുറം ഈ തുക പാകിസ്ഥാന് കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ അത് കിട്ടും. പക്ഷേ ആ പണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആശങ്ക. കാരണം അവരുടെ ട്രാക്ക് റെക്കോർഡ് ഇങ്ങനെയാണ്. കാര്യം പല രീതിയിൽ പല വട്ടം ഇപ്പോൾ ലോകബാങ്കിൻ്റെ സഹായം കിട്ടിയിട്ടും ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സംഗതി ഈ പാകിസ്ഥാന് വന്നിരുന്നു. കഷ്ടിച്ചാണ് ഈ വായ്പ തിരിച്ചടവ് മുടങ്ങുന്നത് മൂലമുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന് പാകിസ്ഥാൻ കഷ്ടിച്ചാണ് ഊരിപ്പോകുന്നത്. അതിനുശേഷം പാകിസ്ഥാന് ഈ ഫണ്ട് കിട്ടുന്നതിന് വല്ലാത്ത കാലതാമസവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പദ്ധതികളിൽ നിന്ന് ലോകബാങ്ക് പോലും വിട്ടുനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ അടുത്ത കാലത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ മൂലം ലോകബാങ്കിൻ്റെ സഹായം പോലും പാകിസ്ഥാന് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ, അതായത് കിഫ്ബി മാതൃകയിൽ അവിടെയും രൂപീകൃതമായ സംഗതി, അത് അവർ അത്തരം നിക്ഷേപങ്ങൾ സമാഹരിച്ചത് ടൂറിസം, ലൈഫ് സ്റ്റോക്ക്, ട്രേഡ്, ഇൻഫ്രാസ്ട്രക്ചർ, മൈനിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ. പക്ഷേ നമുക്കറിയാമല്ലോ, അവർക്ക് ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വേണം. അതിന് ചൈനയെ ആശ്രയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ നൽകിയ തിരിച്ചടി കൊണ്ട് അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമായിട്ടാണ് പാകിസ്ഥാൻ കരുതുന്നത്. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ദശലക്ഷം കോടിക്കണക്കിന് രൂപ ചെലവ് വരും. ചൈനയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പേരിൽ ചൈന അത് 50% വില കുറച്ചാണ് കൊടുക്കുന്നതെന്ന് അറിയുന്നു. എന്നാൽ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും? അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വായ്പകളൊക്കെ സ്വരുക്കൂട്ടുന്നതെന്നാണ് ഇന്ത്യയുടെ ആരോപണം. ഇതുകൂടാതെ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ആ സമയത്ത് നിരവധി യുദ്ധോപകരണങ്ങൾ അവരുടെ നശിപ്പിക്കപ്പെട്ടു. പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, നിരവധിയായ ഡ്രോണുകൾ നഷ്ടപ്പെട്ടു. ഇതെല്ലാം അവരുടെ ആയുധശാലകളിലേക്ക് തിരിച്ചെത്തേണ്ടത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ കിട്ടുന്ന വായ്പകളെല്ലാം ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങിക്കാനുള്ളതാണ് എന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത്. ഇന്ത്യ ആരോപിക്കുന്നതിന് കൃത്യമായ വസ്തുതകളുടെ ബലത്തിലാണ് ആരോപിക്കുന്നത്. ഇത്തരം സാധനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു, ഇത്രയും വലിയൊരു കരാർ ചൈനയുമായിട്ട് ഉണ്ടാക്കുന്നു, അതിനുള്ള പണം നിലവിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞ, വളരെ ദരിദ്ര രാഷ്ട്രം സമാനമായിട്ടാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് ഇത്തരം യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ആ രാജ്യം മുന്നോട്ട് പോകുന്നെങ്കിൽ അതല്ല ഈ വായ്പ കണ്ടുകൊണ്ടായിരിക്കും എന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത്.